ഇന്ന് മാർച്ച് 24 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ട ഒരു വലിയ മാസീവ് റീബൗണ്ട് ആണ് കണ്ടത്. ഇന്നലെ ഉണ്ടായ വലിയ ആ ഒരു സെൽ ഓഫ് കഴിഞ്ഞ് ഇന്നത്തെ റാലി വളരെ ശക്തമായിരുന്നു. ക്ലോസിംഗ് നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് 74,068, നിഫ്റ്റി 50 22,912, ബാങ്ക് നിഫ്റ്റി 52,605. US ഇറാൻ ടെൻഷൻ കുറയുന്ന സൂചനകൾ വന്നതോടെയാണ് മാർക്കറ്റ് സെന്റിമെന്റ് ഷാർപ്പായിട്ട് ഇംപ്രൂവ് ആയത്. പ്രത്യേകിച്ച് ഷോർട്ട് കവറിംഗ് മൂലം ഓട്ടോ, ബാങ്കിംഗ്, IT സെക്ടറുകളെല്ലാം ശക്തമായിട്ട് റാലി ചെയ്തു. ക്രൂഡ് ഓയിൽ പ്രൈസ് സ്റ്റെബിലൈസ് ആയതും മാർക്കറ്റിന് വലിയ ഒരു പോസിറ്റീവ് ട്രിഗർ കൊണ്ടുവന്നു. ഇതിന്റെ ഫലമായിട്ട് ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം 8 ലക്ഷം കോടി വെൽത്ത് മാർക്കറ്റിലേക്ക് അഡോൺ ആയി വന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ടോപ്പ് സ്റ്റോക്ക് ന്യൂസ് നോക്കുകയാണെങ്കിൽ അദാനി എന്റർപ്രൈസസ് കമ്പനി 1950 കോടി വർത്തുള്ള NCDS എർലി റിഡംഷൻ ചെയ്യാൻ അപ്രൂവ് ചെയ്തു. എങ്കിലും സ്റ്റോക്കിന് സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. IRFC 12,842 കോടി ലോൺ അഗ്രിമെന്റ് HURL-നൊപ്പം സൈൻ ചെയ്തതോടെ സ്റ്റോക്ക് 2% ഗെയിൻ നേടി. ജിൻഡാൽ സ്റ്റെയിൻലെസ് ഇന്തോനേഷ്യയിൽ 1.2 MTPA മെറ്റൽ ഷോ കമ്മീഷൻ ചെയ്തതോടെ ടോട്ടൽ കപ്പാസിറ്റി 4.2 MTPA ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ലാസൻ ആൻഡ് ടൂബ്രോ, ബജാജ് ഫിനാൻസ്. ടോപ്പ് ലൂസേഴ്സ് കോൾ ഇന്ത്യ, പവർ ഗ്രിഡ്, അദാനി എന്റർപ്രൈസസ്. അപ്പോ ഇന്നത്തെ ഓവറോൾ വ്യൂ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് റാലി മെയിൻലി ഡ്രിവൺ ബൈ ഗ്ലോബൽ സെന്റിമെന്റ്സും അതുപോലെ തന്നെ ഷോർട്ട് കവറിംഗും ക്രൂഡ് ഓയിൽ സ്റ്റെബിലിറ്റിയും കൊണ്ടാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു റാലിയുടെ സസ്റ്റൈനബിലിറ്റിയാണ്. ഈ റാലി ഇങ്ങനെ തന്നെ തുടരുമോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ബൗൺസ് മാത്രമാണോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പോ ആ ഒരു കൺഫർമേഷൻ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂടുതൽ മാർക്കറ്റ് വിശേഷങ്ങളുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.